ഇതാണ് ഒരു 58 PC വിൽക്കാനുണ്ട്. താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. എത്രയും വേഗം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. ഇതിപ്പം ഡിസ്കൗണ്ടിൽ ലോണാവുന്നില്ല. നോ റൂട്ട് എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഒരു റൂട്ടും ഇല്ലെന്നൊക്കെ പറഞ്ഞാണിക്കുന്ന കേട്ടാ. EMI ഉണ്ടോന്ന് അടിച്ച് നിന്നൊക്കെ തിരിക്കണം കേട്ടോ. EMI ഇതാ മനുഷ്യൻ ചരണോട് കിടക്കുമ്പോ മനുഷ്യ ഇവിടെ ടെൻഷനായി. വൈഫൈ എന്ത് വൈഫൈ? നോ റൂട്ടാ? എന്തോ റൂട്ടും ഇല്ലെന്ന് കാണിക്കുന്നത്. എന്ത് ഹലോ 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 എടാ സെർവർ പോയല്ലേ? എടാ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. എടാ എന്തൊരു കഷ്ടമെന്ന് പറ. നിങ്ങൾ എന്തെടുക്കുവാടാ? എടാ ഇത് പെറ്റ് ക്യാരക്ടറിന്റെ ആണോ ഒന്നും ഒരു പിടുത്തമില്ല. നിങ്ങൾ ചുമ്മാ പെറ്റ് ക്യാരക്ടർ അത് ഇതൊന്നും പറയാതെ ഇത് നിങ്ങൾ പെഡിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പെഡിട്ട് കളിക്കുന്നവരെ നമ്മളാണ് ലൈക്ക് എന്താ പറയാ ഇതാക്കേണ്ടത്. അല്ല ചുമ്മാ ഈ പെഡെന്ന് പറയാനായിട്ട് എന്താണ് എന്ത് പെഡ്? നിങ്ങൾക്ക് അതാണ് റീസൺ നിങ്ങൾക്ക് അറിയാവോ? ഇതിപ്പം ഒരു 58 PC ഉണ്ട്. എനിക്ക് ആകെ അറിയാവുന്ന RP. വേറെ ഗെയിം പോലും കളിക്കാൻ അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയാലോടാ ഇറ്റാച്ചേ. ഇപ്പൊ എടുത്തൊരു 10-30,000 കുറച്ച് 2 days യൂസ്ഡ് PC 10-30,000 ഞാൻ കുറച്ച് തരാം. ഇതിപ്പം എടുത്തും പോയി അച്ഛനെ വിളിച്ച് പറയട്ടെ. മാല എന്നേക്കുമായിട്ട് ബാങ്കിൽ തന്നെ സേഫ് ആയിട്ടിരിക്കുന്നത് അച്ഛനെ ഒന്ന് വിളിച്ച് പറയണം. ഈ ഒരു അവസ്ഥയിൽ അച്ഛനോട് അറിഞ്ഞു കഴിഞ്ഞാൽ തകരും. നമ്മള് കളിക്കുന്ന സെർവർ അയ്യോ അപ്പോഴേ അയ്യോ അച്ഛൻ ഇതിലേക്ക് വീഴും. ഞാൻ ആ മനുഷ്യന്റെ അടുത്ത് എങ്ങനെ പറയാ? അച്ഛൻ സെർവർ പൊട്ടി, ഇനിയിപ്പം ലൈവ് ഒന്നും ഇടാൻ പറ്റൂല. അച്ഛൻ അറിയാലോ ആകെ കളിക്കാൻ അറിയാത്ത ഗെയിം ഇതാണ്. ഇങ്ങനെ ഞാൻ ആ മനുഷ്യന്റെ അടുത്ത് പോയി പറയും. മാല, അമ്മയുടെ കമ്മല്, അച്ഛന്റെ മറ്റേ കൈത്തള എല്ലാം ഉണ്ട്. എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാം ഇനിയും വെക്കാനായിട്ടൊന്നുമില്ല. വെക്കാനായിട്ട് എല്ലാം വെച്ചു. കാരണം കോഴ്സ് വല്ലതും എടുത്ത് പഠിച്ചോ? ബ്രോ നമ്മളെ അക്ഷയ് 006 നമുക്ക് എന്റെ നാവുള്ളിടത്തോളം കാലം ഇടാ. ഞാനേ ഈ സാമ്രാജ്യവും പണിതിട്ടുണ്ട്. ഇനി എനിക്ക് എവിടെ തുടങ്ങണമെന്നൊക്കെ അറിയാം. മനസ്സിലായോ? ഒന്ന് പോയാലേ അടുത്തൊന്ന് ഞാൻ മറ്റേ പഴയ എനിക്കൊരു കാലമുണ്ട്. യൂട്യൂബിൽ ലൈവിട്ട് ഗോളടി. ഷേക്കിനോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. യൂട്യൂബില് ദിൽമാൻ 4 ആണോ? ദിൽമാൻ 0 എടാ ദിൽമാൻ 4 മറ്റവനാണ് അത്. ദിൽമാൻ 4 എന്താ അവന്റെ പേര്? എടാവൻ മറ്റവൻ. ഓ ഇവിടെ വന്നിട്ട് റോക്സ്റ്റാറിന്റെ പാതി അവനല്ലേ മേടിച്ചത്? പോടാ. ലെവൽ 0 എനിക്ക് ലെവലൊന്നും ഇല്ല. ഒരു കാര്യം ചെയ്യാം. റീസെറ്റ് ആവോ അങ്ങനെ? സൈഡിങ് ഹൗസ് ഇപ്പൊ വിറ്റ് കഴിഞ്ഞാൽ എല്ലാത്തിനും പാതി പൈസയിൽ കിട്ടും. പഴയ ബാക്ക്ഗ്രൗണ്ട് ആക്കാം കേസ്. ഇപ്പൊ നടക്കൂ. കടക്കണ്ണിയിലാണേ. കടക്കണ്ണി എന്റെ എല്ലാം പോവാടാ പണ്ടാരോടാ. വണ്ടി എടാ കണ്ണില്ലടാ ഇറ്റാച്ചി. ഒരു കണ്ണങ്ങ് എടുക്ക്. പൈസ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. പൈസ അറിയാൻ എത്ര രൂപ? എന്താ 500 രൂപ 1000 രൂപ കൊടുത്താൽ മതിയോ? ഡിഫോൾട്ട് ബുൾപ്പുപ്പ് അത് വെച്ച് എങ്ങനെ കളിക്കാൻ കൊള്ളത്തില്ല. ഇതിനത് ഇത് പെട്ടുപോയ കുറച്ച് ഇറ്റാച്ചി സാവിജ് ഉമ്മർക്ക് പബ്ജി കളിക്കാൻ എന്റെ അക്കൗണ്ട് പോയടാ ഇതിലെ പണ്ടാരം. ഞാനിപ്പോ ഒരു സ്റ്റോറി ഇടാം. റീഷെയർ ചെയ്യണേ ഇറ്റാച്ചി. ടിക്കറ്റ് വലിക്കാനൊന്നും വയ്യ. സാവേജ് നീ ഒന്ന് റീഷെയർ ചെയ്യണേ. 58 PC 2 day used for sale. എല്ലാരും ഒന്ന് റീഷെയർ ചെയ്യണേ. ലിക്വിഡ് മെൻഷൻ ചെയ്യേ.
നടക്കട്ടെ എന്നാലും ഇങ്ങനെ സെർവറൊക്കെ പോയി ഇരിക്കുമ്പോ കോസ്മിക് കളിക്കാൻ കണ്ട മനസ്സേ നടക്കട്ടെ അല്ല പിന്നെ ഞാൻ അല്ല നടക്കട്ടെ അല്ല നീ എന്ത് ചെയ്യാൻ പോണ ഞാനോടോ ഞാൻ 3.5 മണിക്കൂർ വായത്താളം അടിച്ചിരിക്കാനായിട്ട് ഇനി അതേ എനിക്കിനി വേറെ വഴിയില്ല, വേറെ ഓപ്ഷൻ ഇല്ല ഇതിലെനിക്ക്. വേറെ വഴിയില്ലല്ലേ? പെട്ടു ഞാൻ പെട്ടു. കിട്ടോ എടാ ഇവിടുന്ന് ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാ കോസ്മിക്കിൽ നമുക്ക് ഒരു മാസം കഴിഞ്ഞ് സെറ്റ് ആവും. നോക്കട്ടെ, ഞാൻ വരാം അങ്ങോട്ട് വരാം. RDR ഇപ്പൊ ലൈവിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം, ഇപ്പൊ വേറെ വഴിയില്ല. ലൈവിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം, വേറെ വഴിയില്ല. നടക്കട്ടെ, കളിക്ക്. എല്ലാവർക്കും വെൽക്കം. അപ്പൊ ഇനിയിപ്പം ഒമിനികള് അപ്പൊ ഡേറ്റ എല്ലാം പോലേ, ഇപ്പം തിരിച്ചു വന്നാലും ഡേറ്റ എല്ലാം പോലേ, തിരിച്ചു വരുമോ? തിരിച്ചു വന്നില്ലേ? അഡ്മിനെ കോണ്ടാക്ട് ചെയ്യണം, നമ്മുടെ കൈലാസത്തില് പുള്ളിയെ ഒന്ന് വിളിക്കണം, എന്തേലും ഒരു വഴി പിടിക്കണം. ഇത് തമാശയല്ലേ, ഞാൻ തമാശയായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇത് കഴിഞ്ഞ് ടെൻഷനായിട്ട് ഞാൻ മിക്കവാറും ചെയ്ത് കഴിഞ്ഞ് നേരെ ടെൻഷനായിട്ട് ഇതേ ചെയ്യേ. ഇവിടാണ് കയറി തൂങ്ങാനും പറ്റത്തില്ല, തൂങ്ങി കഴിഞ്ഞാൽ നേരെ ജിപ്സം ബോർഡ് വന്ന് നെഞ്ചത്തിരിക്കും. എൻ്റെ നെഞ്ചത്ത് ജിപ്സം ബോർഡ് ഇരിക്കും, അതുകൊണ്ടൊന്നും ചെയ്യാൻ പോലും പറ്റത്തില്ല. സിറ്റുവേഷനാണ്. ഓ സത്യം, തൂങ്ങി കഴിഞ്ഞാൽ അപ്പോഴേ ഇത് ശീലം ഇളകി എന്റെ നെഞ്ചത്തിരിക്കും, മനസ്സിലായോ? വേറെല്ലായിരിക്കേ ആ പരിപാടിയൊക്കെ നിർത്തി ബ്രോ, അതൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ബാക്കിയുള്ളവരിലൊക്കെ ഇങ്ങനെ ബാറിലാണ് വെള്ളം അടിച്ച് 27 മണിക്കൂർ നടക്കുമെന്ന് കാണിച്ചിട്ട് നമ്മുടേതായിട്ടുള്ളൊരു അച്ചീവ്മെന്റ്സ് ബിൽഡ് ചെയ്യണം, മനസ്സിലായോ? അതാണ് മനസ്സിലായത്. ബാക്കിയുള്ള എല്ലാവരും നമ്മൾ മറ്റേ ബാറിൽ 27 മണിക്കൂർ ബാറിൽ വെള്ളം അടിച്ച് നടക്കുന്ന പയ്യൻ അങ്ങനെയുള്ള കാര്യത്തിൽ കടിച്ചിട്ട് അച്ചീവ്മെന്റ്സ് ബിൽഡ് ചെയ്യണം. അതാണ് അതിന്റെ ഒരു ബാസ്. അതല്ല ഞാൻ ഇത്ര നാൾ ചെയ്തത്. ഞാൻ അണ്ണൻ്റെ അടുത്ത് ഇങ്ങനെ പറയരുത്, അണ്ണ ഞാൻ എപ്പോഴും ബാറിൽ അതൊക്കെ പറഞ്ഞോന്ന് ഇങ്ങനെ അണ്ണൻ്റെ അടുത്ത് പറയരുത്, മനസ്സിലായി? അത് എന്തിനാണത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല? അത് മനസ്സിലായില്ല നിങ്ങൾക്ക്? വാസണ്ണ ചോറ് വാസണ്ണ എടുത്ത് ചോറ് കേട്ടോ. ഇതിപ്പോ ടെൻഷനായല്ലോ, ടെൻഷനായല്ലോ. ടെൻഷൻ തുടക്കണ്ട, എല്ലാം എവറിത്തിങ് വിൽ ബി ഫൈൻ. ഇത് ആരാടാ ഇതിന്റെ ചാറ്റ് ക്ലിയർ ചെയ്ത് കളയുന്നത്? ചാറ്റ് ക്ലിയർ ചെയ്ത് കളയല്ലേ ഇങ്ങനെ, ചാറ്റ് ക്ലിയർ ചെയ്ത് കളയല്ലേ നിങ്ങള്? എന്തൊരു ഇതാണ് കാണിക്കുന്നത്? ഇതൊക്കെ തന്നെ പോന്നെയാണോ? അത് മോഡറേറ്റേഴ്സ് കളയുന്നതാണോ? നീഗനൊക്കെ പക്ഷെ നീഗനൊക്കെ പിന്നെ നീഗൻ ഈസ് ബാക്ക്. ഹലോ, കടക്കണ്ട് കൊണ്ട് മുറിഞ്ഞ നിന്റെ കരളിലെ പ്രിയ കൊണ്ട് നിറഞ്ഞാൽ അറിയാൻ. കണ്ടോ നീ ഐസ്ലാൻഡിൽ പോയതല്ലേ? നീ നാളെ തൊട്ട് ലൈവ് ആയിരുന്നില്ലേ? ഞാൻ ഇന്നിട്ട് കേറിയപ്പോ തന്നെ പേടിക്കാന്നില്ല. സെർവറൊക്കെ തിരിച്ച് അപ്പൊ അവന്റെ സ്റ്റോറി കണ്ടു അപ്പൊ സെർവറൊക്കെ അതിന്റെ സമയത്ത് തിരിച്ചൊക്കെ വരും. ഇന്ന് ലോങ് സ്ട്രീം ആണ്. ഇനി തൊട്ട് ഫുൾ അങ്ങോട്ട് ലോങ് സ്ട്രീം ആണ്. ഇനിയും മെക്ക ക്യാമറോൺ കളിച്ചോ? എക്സ്ലാൻഡിസ് ഡോർ സൈനിങ് ഓഫ്. ചിരിക്കാൻ എന്താടാ സച്ചു, നീ ഇത്ര നാള് RP കൂമ്പിയത് പിന്നെ ഏത് സെർവറിലാണ് RP കണ്ടതൊക്കെ? എന്താടാ ഒരു മര്യാദ വേണ്ടടാ. ഇത്ര ചിരിക്കാൻ എന്താ? നീ ഇല്ല ഇത്ര തൊലിക്കാൻ എന്താടാ സജുവേ? ഓ അണ്ണു അല്ല മാറ്റണ. ഞാൻ ഇരുന്നിട്ട് ലൈവ് ഇട്ട് 3 മണിക്കൂർ കൊണ മാറ്റണ. ആകെ അതേ ഉള്ളു മാറ്റണ. അതിപ്പം സെർവറും പോയി. അതല്ല ഇപ്പൊ ഇനിയും പിന്നെ മാറ്റണ ഒരു സ്റ്റോറി ഇപ്പൊ ഒന്ന് റീഷെയർ ചെയ്യണേ. 58 സുപ്രീം ഫോർ സെയിൽ 2 days യൂസ്ഡ്. ഗെയിമിംഗ് റൂം അപ്പം ആൾക്കാർ പൊളിക്കും. അച്ഛൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി?
അച്ഛന്റെ മാല, കൈത്തള, അമ്മയുടെ കമ്മൽ, ഇത് മൂന്നും കൂടെ വെച്ചേക്കുന്നത് PC ക്ക്. ഇനിയിപ്പോ റെന്റിന് എടുത്ത പൈസ തിരിച്ച് അല്ല ഇപ്പൊ ഞാൻ ഇതിപ്പോ ഞാൻ ഇതിന്റെ ഇത് വെച്ചതിന്റെ പണയം വെച്ചതിന്റെ ഇത് തിരിച്ചടച്ചെങ്കിലെങ്കിലേ എടാ എന്താണ് നടക്കാൻ പോകുന്നത്? ബോബു അമ്മമാരൊക്കെ വീട് നോക്കി കിടക്കും. ആ റൂം അങ്ങ് റെന്റ് കൊടുക്കും. അത് കൊള്ളാല്ലേ? ഒരു 2-3-4 വർഷം. അത് കൊള്ളാല്ലേ? ആ, അതെ. ഞാനാണെങ്കിൽ ഇൻവെർട്ടറിനൊക്കെ ഓർഡർ കൊടുക്കാതെ വിചാരിച്ച് ഇന്ന് വാസ്തവമായിട്ട് ഡിസ്കസ് ചെയ്തുള്ളൂ കോളില്. എടാ ഇൻവെർട്ടറിന് ഓർഡർ കൊടുക്കണം, അതൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുക. നേരെ ലൈവ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സെർവർ ഇല്ലെന്ന്. ഉം. എടാ നീല് വണ്ടി വിൽക്കാൻ ഇട്ടേക്കുന്നുണ്ട്. കാര്യമായിട്ട് നീല് വണ്ടി ഒക്കെ ഇട്ടേക്കുന്നുണ്ട്. ഇല്ല, ഞാനാണെങ്കി ഇപ്പൊ ജോബ് അപ്ലൈ ചെയ്ത് തുടങ്ങി. ആ തെറ്റ് നല്ല കാര്യം. നീയിപ്പോ സായിപ്പിട്ടോടെ ഇരിക്കല്ലേ? ഹലോ ആ അതല്ല മാറ്റണ, ഇതൊന്നും അറിയാതെ നീകൻ ഒരു ക്യാപ്ഷൻ ഇട്ട് കാണേ, നീകൻ ഈസ് ബാക്ക്. സെർവർ ഇല്ല ഇനിയിപ്പോ ഇങ്ങനെ ഇരുന്നോ? അല്ല, അത് എടുത്തിട്ട് ഗോയിങ് ബാക്ക് എന്നിട്ടേ. നീകൻ ഗോയിങ് ബാക്ക് ഡാറ്റ. ചുമ്മാ ഇനി മാറ്റണ്ട, അവൻ ആകെ ഇപ്പൊ ദിവസം ലൈവ് ഇടുന്നുണ്ട്. ഇനി അതുകൂടെ പറഞ്ഞാൽ ഇനി ഒരാഴ്ച ലൈവ് കാണത്തില്ല. ഗോക്കു ഓ. ചെയ്യാ സർവർ എന്തെങ്കിലും ചെയ്താ സെറ്റാക്കി താ. ഇനിയിപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഈ ഗ്യാപ്പില് മാറ്റേണ്ട ഒരു എൻട്രി ഉണ്ട്, GKRP വെർഷൻ 4.0. എന്നെ കൊണ്ട് എനിക്ക് ജയിലിൽ കൂടെ പോകാൻ വയ്യ. മാറ്റേണ്ട GKRP ഒരു കേസ് നിങ്ങള് പേടിക്കുന്നത് വേണ്ട. ഇപ്പം മാറ്റേണ്ട ഇരിക്കുമല്ലേ ഇവിടെ, ഒരു ഡെവലപ്പർ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ആ TKRP-ല് ഇപ്പൊ സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ഹാൻഡ് റിട്ടൺ സ്ക്രിപ്റ്റ് ആണ്, അതൊക്കെ എല്ലായിടത്തും കൊടുക്കാം. പക്ഷെ നീ അത് ആലോചിക്കുക, 10-15 ലക്ഷം കൊടുത്തൊരു സ്ക്രിപ്റ്റ് ഇത്രയും വാങ്ങിച്ചു വെച്ചിട്ട് സത്യം മൊത്തം പോയ അവസ്ഥയല്ലേ. അപ്പൊ ഞാനോട് മാറ്റണ ഈ സ്ക്രിപ്റ്റിന് ഇതെന്താ ബാക്കപ്പ് ഇല്ലേ? ബാക്കപ്പ് ഇട്ടിട്ട് അല്ലേ ഇപ്പൊ ഒരു പ്രീമിയം സ്ക്രിപ്റ്റ് എടുക്കുമ്പോ എന്ന് പറഞ്ഞ സെർവറിന്റെ കീ വെച്ചിട്ടാണ് അവർ ആക്സസ് എടുക്കുന്നത്. അപ്പൊ ഓരോ സെർവർ കീന് ഓരോ സ്ക്രിപ്റ്റ്. അപ്പം ഇനി ഈ കീ ആണ് ടെർമിനേറ്റ് ആയി, അടുത്ത പുതിയ കീ എടുത്തോണ്ട് വന്നാ ഈ സ്ക്രിപ്റ്റ് ഓടിക്കാൻ പറ്റത്തില്ല. ഇനി അത് ആക്സസ് ചെയ്യണമെങ്കിൽ ഈ പൈസ തന്നെ വേണ്ടി വരും. അപ്പൊ ഗോക്കു ഇതെപ്പോ ശരിയാവും? ഇനി ഇനിയിപ്പം ഇതിലൊക്കെ ചെയ്യണം. ആണോ? ഞാൻ സംസാരിക്കണോ റോക്ക് സ്റ്റാറിനോട്? ഇന്ന് അവരിൽ കിട്ടില്ലല്ലോ. അല്ലല്ല പോയിട്ടോ അല്ല പോണ നീ ഇവിടെ മെയിൻ ഇതുണ്ട്, ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടോ? യുകെയിലുണ്ടാ? എന്റെ ഇവിടെ എഡിപ്രയിലാണ്, നോർത്ത് ഓക്സ്റ്റാർ നോർത്ത്. അപ്പൊ മാറ്റണ്ട, നേരെ അവിടെ ചെന്ന് ഒരു കൊടിയൊക്കെ ആയിട്ട് സമരം ചെയ്യും. അപ്പാപ്പന്റെ ഫോട്ടോ കൂടെ വെക്ക്, എക്സ്ലാൻഡിസിന്റെ ലോഗോയും അപ്പാപ്പന്റെ ഫോട്ടോയും വെച്ച് സമരം ചെയ്യും. അവിടെ മൊത്തം ഇന്ത്യക്കാരാ ജോലി ചെയ്യുന്നത്. അവരത്തെല്ലാം ഞാൻ പറയും ജോലി ഉണ്ടെന്ന്, GTC ഇറങ്ങണ്ടെന്ന് പറയും. നമ്മളെ പറഞ്ഞിട്ടില്ലേ? അല്ല എടാ, ബ്രിട്ടീഷുകാരാണ് പറഞ്ഞിട്ടാണ് ഇന്ത്യക്കാരെ കയറ്റിയത്. അതില്ലേ അടി നടക്കുന്നത്. നീകം മാറ്റണ്ട, നീകം വന്നിട്ട് പറയണേ റോക്ക് സാറിനോട് സംസാരിക്കണമെന്ന്. മാഡമാണ് റോക്ക് മാഡം. അച്ഛനോട് ചോറട്ടെ, വിസയ്ക്ക് തിരിച്ച് അപ്ലൈ ചെയ്തോളാം. ഞാൻ എന്താ ചെയ്യേണ്ട? അവിടെ പോയിട്ട് കുനിഞ്ഞിക്കണോ? Okay, bro. Thanks so much. Kick 10 kick points, bro. Thanks so much. അച്ഛന് അണ്ണാ UK-ലോട്ട് ഇപ്പം പുതിയ ഒരാൾക്ക് UK-ലോട്ട് കയറി വരാനായിട്ട് പാടാണോ? എങ്ങനെയാണ്? നിനക്ക് ചുമ്മാ നടന്നു കയറി വരാ പോടാറങ്ങി. അല്ല കാരണം എനിക്ക് ഒക്ടോബറിന് ശേഷം നിൽക്കാൻ പറ്റില്ല. അപ്പോഴാണ് അച്ഛന്റെ സിറ്റുവേഷൻ ഇച്ചിരി ശോകമാണ്. എന്തേലും കയറ്റി വിടാതെ നടപടിയല്ല. എന്നാലും മോന് പറ്റൂലല്ലേ? എനിക്ക് ഈ നാട് നിനക്കാണെങ്കിലേ GTA കളിക്കാൻ അറിയില്ല. നിന്റെ അച്ഛനെ കൊണ്ട് ഇരുത്ത് അവിടെ ലൈവില്. അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരുന്നോളൂ. മിക്കവാറും ഉണ്ണിക്കുട്ടന്റെ PC-ല് അച്ഛൻ പുതിയൊരു ചാനൽ തുടങ്ങും കേട്ടോ. ഇനി ഒന്നുമില്ല, ഇത് കണ്ണാപ്പി ഫോൺ എടുത്ത് IR-ൽ ഇട്ടിട്ട് വെളിയിൽ പോയി ബൊബോയിനെ വിളിച്ചോണ്ട് പോയി വള്ളി പിടിക്കും. അല്ല അത് തന്നെ അല്ല, വേറൊരു പരിപാടി ഉണ്ട്, ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. മറ്റേ ഫുഡ് വിത്ത് മച്ചിരിയൊക്കെ ചെയ്യുന്ന പോലത്തെ പരിപാടി. അച്ഛനെ വിളിച്ചോണ്ട് എല്ലാ ബാറിലും കെറ്റി കുടിപ്പിച്ച് കിടത്തുക. അത് കണ്ടുണ്ടോ? ഫുഡ് വിത്ത് മച്ചിരി കണ്ടുണ്ടോ? ഇല്ല കണ്ടിട്ടില്ല. ജവാൻ ജാക്സൺ എന്നൊക്കെ പറയുന്നത് ഇല്ല കണ്ടിട്ടില്ല. അച്ഛന്റെ യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ ആണ് അതൊക്കെ. അല്ലല്ല, അച്ഛന് ഞാൻ പേരിടുമല്ലോ ഇപ്പൊ ജവാൻ എന്ന് പറഞ്ഞ.
ജാക്സൺ ഫാൻസ് ഇവിടെ ഉണർന്ന് കണ്ട ജവാൻ ജാക്സൺ എന്ന് പറഞ്ഞ ജാക്സൺ പുള്ളിക്കാരൻ ഒടുക്കത്തെ ഫാൻ ബേസ് ആണ്. വാറ്റന്റെ ഫീഡ് എന്നൊക്കെ പറഞ്ഞ എന്ത് ഫീഡാണ് ഈ ഇടയ്ക്ക്. എന്റെ ഒക്കെ ഇംഗ്ലീഷ് ഇതേ വരുള്ളൂ, മനസ്സിലായി ഇംഗ്ലീഷ്കാര്. ആ നല്ല കാര്യം നല്ല കാര്യം. അത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പം സീനൊന്നുമില്ല. അപ്പം അച്ഛനെ കേസ് ഞാൻ പറഞ്ഞില്ല, അച്ഛൻ എത്ര ടാലന്റഡ് ആയതുകൊണ്ട് അച്ഛൻ ഒമാനിൽ നിന്ന് പോയപ്പോ പോലും പുള്ളിക്കാരൻ സ്റ്റിൽ വിളിച്ചായിരുന്നു. ഈ ഇടയ്ക്ക് ഇവിടെ പുള്ളിക്കാരൻ വിളിച്ചായിരുന്നു. അതൊന്നുമില്ല, വലിയ പ്രൊസീജിയർ ഒന്നുമില്ല. ഇനിയിപ്പം ഒരു ഫോണോടുണ്ട്, ഇത് വിറ്റൊരു വിസയും മറ്റേ ഇത് പാസ്പോർട്ടും വേണ്ടല്ലോ, വിസ റെഡിയാക്കുന്നൊരു താമസം, ടിക്കറ്റും വൺ സൈഡ് ടിക്കറ്റ്, റിട്ടേണിന്റെ ആവശ്യമില്ലല്ലോ. നിന്റെ ഫേസ് ക്യാം കണ്ടപ്പോ എനിക്ക് 100 മുട്ടുന്നു. ഞാൻ ആരുടെ ഫേസ് ക്യാമറ ഉണ്ട് കാരണ നോക്കിയ കാര്യത്തോണ്ടേ. ക്യാം മാറ്റാദ്യം. ആ ക്യാം മാറ്റണം, ക്യാം മാറ്റണം. വരണ ഏത് വെക്കണം മാറ്റണ ക്യാം? നീ DSLR ഒക്കെ ആണെങ്കിൽ നൈസ് ആയിരിക്കും, നിന്റെ ഗെയിമിംഗ് റൂം സെറ്റ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നീ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഹീറ്റ് ആവൂല. ഹീറ്റ് ആവത്തില്ല, അതിന് ഇഷ്യൂ ഇല്ല. ഹോബി സ്പോട്ട് നൈസ് ആണ്. ഹോബി സ്പോട്ടിൽ ഓഫ് സ്പോട്ട് വരുള്ളൂ എനിക്ക്. ചൈൽഡ് ബെഡിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു സാർ. ഇത് അങ്ങനൊന്നും അല്ല, അങ്ങനൊന്നും അല്ല. നിങ്ങൾ ചുമ്മാ ഈ അസംഷൻ പോലെ പറയുന്നത് ചൈൽഡ് ബെഡിന്റെ ഇഷ്യൂ ആണെന്നൊക്കെ. ചൈൽഡ് ബെഡിന്റെ ഇഷ്യൂ ഒന്നും അല്ല ഇത് വേറെ വലിയ നമ്മള് നോട്ടീസ് കണ്ടിട്ട് നമ്മളായിട്ട് ഇങ്ങനെ ചിന്തിച്ചെടുത്ത സാധനമാണ്, മനസ്സിലായി. അതായിട്ട് അവര് പറഞ്ഞത് അതല്ല, നമ്മള് ചിന്തിച്ചെടുത്ത കാര്യങ്ങളാണ്. ചൈൽഡ് ബെഡിന്റെ ഇഷ്യൂ ഒന്നും അല്ല, നിങ്ങൾ വിചാരിക്കുന്നതല്ല. അതൊക്കെ അതിന്റെ ഒരു അവര് പറയട്ടെ. അത് അപ്പാപ്പൻ അത് അതിന്റെ തിരക്കി നടക്കില്ല, അപ്പാപ്പൻ പറയട്ടെ. പക്ഷെ എന്നാലും 2 തരമുണ്ട്. ഒന്ന് മാസ് റിപ്പോർട്ട് വരുമ്പോ ഓട്ടോമാറ്റിക് ടെർമിനേഷൻ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ടെർമിനേഷൻ ആണെങ്കിൽ അപ്പീൽ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. കണ്ണാപ്പിയുടെ പെഡ് കോപ്പിറൈറ്റ് ആണ്. എന്ത് അണ്ടി ബ്രോ പറയുന്നത്? എന്താ അത് ഇൻഗെയിം ഡ്രസ്സാണ്? അത് ഇൻഗെയിം ഇൻഗെയിം ഡ്രസ്. അതിൽ എന്ത് ലോഗോ ഉണ്ട്? അതിൽ എന്റെ കണ്ണാപ്പി നടിച്ച ലോഗോ, അതിനാണോ കോപ്പിറൈറ്റ്? അതിന് കോപ്പിറൈറ്റ് കിട്ടും, കണ്ണാപ്പിക്ക് കോപ്പിറൈറ്റ് കിട്ടുമോ? ഒരു റോക്സ് ഇന്റർനാഷണൽ റോക്സ് സ്റ്റാൽ പോലത്തെ ബ്രാൻഡ് കണ്ണാപ്പി എന്നടിച്ചതിന് കോപ്പിറൈറ്റ് തന്നല്ലേ? അല്ലടാ പന്നം, എന്റെ വായിരിക്കുന്നത് കേട്ട് കിട്ടും. ഞാൻ പറ്റും സമനില തെറ്റിരിക്കുക. ഹലോ ബ്രോ, താങ്ക് യു സോ മച്ച്. വൺ കിക്ക് പോയിന്റ്സ്, താങ്ക് യു സോ മച്ച്. നീ എത്ര ദിവസം ഇങ്ങനെ വായിട്ട് അലച്ചോണ്ടിരിക്കോടാ? എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ദിവസം. പിന്നെ ഇതില്ലെങ്കിൽ അച്ഛനെ വെച്ച് ഞാൻ കുറച്ച് സ്ട്രീമൊക്കെ ഉണ്ട്. ജോലി കയറുമ്പോ ചോദിക്കണോ? അതൊന്നും ചോദിക്കുന്നതല്ലായിരിക്കും. സ്റ്റാൻഡേർഡ് ജോലിയോടെ, സ്റ്റാൻഡേർഡ് ജോലിയോടെ അച്ഛന്. അങ്ങനെ ലോക്കൽ ഹോട്ടലിലെ ഷെഫൊക്കെ പറഞ്ഞാൽ ഓക്കെ, അതൊക്കെ ഓക്കെയാണ്. ചിക്കൻ പൊരിക്കാനും മറക്കാനും ഒക്കെ അച്ഛന് ഇഷ്ടമാണ്. ഇവിടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത അച്ഛനാണ്. അച്ഛന് കൈ ഇങ്ങനെ താഴോട്ടും മേലോട്ടാക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തൊക്കെ ഒരു അച്ഛൻ ഒരു ബഹുമാനിക്കുന്ന ഒരാളുടെ അടുത്ത് പറയാൻ പറ്റിയ ഡയലോഗാണോ? അത് പറയാൻ പറ്റിയ മോശമാണ്, മോശമാണ്. ഷെഫ് എന്ന് പറഞ്ഞ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പൊക്കും, ഇങ്ങനെ പൊക്കണ, മനസ്സിലായി? ഓ അങ്ങനെയാണ്, മനസ്സിലായി. നമുക്ക് നമ്മള് ചോറൊക്കെ തന്നെയാണ് മണ്ണ് വരുത്തുന്നല്ലേ ജീവിക്കുന്നേ. നമുക്ക് പറയാ ഒരു പേര്. ഞാൻ ഇവിടെ റോക്ക് സ്റ്റാർ എംപ്ലോയി എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഞാൻ പോയി ചിക്കൻ വെട്ടിയത്. നാഗരികോ ഒരു മോസസ് ഇയർ ഇല്ലല്ലോ. മോസസ് ഇയർ ഞാൻ ഇപ്പോഴത്തെ ഒരു കടക്കണ്ണിയിൽ മോശമൊക്കെ മേടിക്കുമ്പോൾ ഞാൻ മൂസയായിട്ടിരിക്കേണ്ടി വരും കുറച്ചാള്. കുറച്ചാളെ മൂസയായിട്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് മൂസയൊന്നും ഇല്ല കേസ്, അത് കുറച്ചാള് കഴിയട്ടെ. പിന്നെ ഒന്നാമത് തന്നെ ഇതേ ഫ്രണ്ട് ഒരു വലിയൊരു കടക്കണ്ടി ഇരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഞാൻ മൂസയെ കൂടെ മേടിക്കണേ. നീ ഇങ്ങനെ ഇത്ര കള്ളം പറയാൻ പറ്റുന്നത് പഠിച്ചത്? സത്യം വരണത് മാറ്റണ്ട, അറിയാലോ മാറ്റണ്ട. ഞാൻ എന്തിനാ മാറ്റണത് പറയുന്നത്? അച്ഛൻ ഒരു സൈഡ് വീക്കോ, അവിടെ കിഡ്നി വിറ്റിട്ട് ആ കിഡ്നി കടവും. അച്ഛന്റെ കഴുത്തിൽ ഇപ്പൊ ഒരു മാല പോലും ഇല്ലാതെ അച്ഛനെ വിഷമം. അച്ഛന്ന് ചരിഞ്ഞിരിക്കുക, ഒരു സൈഡ് കിഡ്നി ഇല്ല. അച്ഛൻ ഇതെങ്ങാണ്ട് പറഞ്ഞു ഇപ്പൊ വണ്ടി എടുത്ത് നേരെ മാറിപ്പോയല്ലോ. അച്ഛൻ്റെ അടുത്ത് ഇപ്പൊ പറയാം അച്ഛൻ സെർവർ കൂട്ടി ഇനിയിപ്പോ ലൈവും കാര്യങ്ങളും നടക്കുന്നത്. അച്ഛൻ അപ്പഴേ ഇപ്പൊ വിടും ബാറിലോട്ട്. സെർവർ തിരിച്ചു എന്റെ നിനക്ക് അറിഞ്ഞൂടെ സക്ക, എന്റെ ആകെ ഉള്ള ഗെയിം GTA 5 ആണ്. അതിനപ്പുറം ഒരു ഗെയിം എന്റെ ഇല്ല. അതിനപ്പുറം ഒരു ഗെയിം എന്റെ ഇല്ല. ആദ്യം കയറി കൊണ കാണിക്കല്ലോ, അവന്മാരെ ബാൻ ചെയ്തിട്ട് പിന്നെ വേറെ കാണത്തില്ല ഒരു സെർവർ. അതും ഇല്ലല്ലേ, അതും പോവും.
ഇപ്പൊ നീക്കം കാണിച്ചല്ലോ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാ വാറ്റണ എന്തിനാ ബാങ്ക് കിട്ടിയേ? അതല്ല, ഇന്നലെ ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞേ, മുച്ചിരി എന്നെ വിളിച്ചിട്ട് പറയാണ്, അണ്ണാ ഞാൻ മാറ്റി തരുന്നില്ല, പക്ഷെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, എനിക്ക് സെർവർ ഉണ്ട്, GTA സെർവർ ഉണ്ട്, ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, ആയി എത്ര ഉള്ളൂന്നൊക്കെ പറഞ്ഞ പോയതാണ്. പാവ ചെറുക്കനെ ഇന്നിപ്പോ തകരും കേട്ടാ 58 സുപ്രീം വെച്ച് ഇപ്പോഴത്തെ ഒരു പ്രൈസ് വെച്ചിട്ടാണ് ഒരു 10,000 കുറച്ച് തരാണേ. പക്ഷെ 2 days യൂസ്ഡ് 2 days യൂസ്ഡ്. അതല്ല മന്ദാരം ചോദിക്കുന്നത്, ജോലിക്ക് കയറിയാ മന്ദാരം? അല്ല അല്ല ഇത് മേടിക്കരുത്. മന്ദാരം എവിടെ കയറി? അതാണ് മന്ദാരം ഞാൻ ഇതിലല്ലേ കളിക്കുന്നേ. മന്ദാരം ജംഗ്ഷനിലുള്ള ബാറിൽ അറ്റൻഡറായിട്ട് വീണ്ടും കയറി കേട്ടാ. പഴയ ജോലി തന്നെ കേട്ടാ. മന്ദാരം പഴയ ജോലി കയറി കേട്ടാ. ബാർ അറ്റൻഡർ. ബ്രാവോ സ്റ്റോറി നോക്കി ഞാൻ കണ്ടു ദേ ഇവിടെ ചങ്ക് തകർന്ന് എന്റെ മുഖമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ചിരിച്ചിരിക്കുന്നവരാണോ തോന്നേ? ഒരു സൈഡ് കേറിയിരിക്ക. ഏയ് മുച്ചിരി നിന്റെ ലൈവ് ആണോട്ടിരിക്കുന്നത്, മെസ്സേജ് എനിക്ക്. എന്ത് ബാൻമാരി തരുന്നതാണോ? മാറ്റി താണെന്ന്. പിന്നെ എന്ത് ബാൻ? ആ ഇതിനകത്ത് ഇത് രണ്ടും ഇതൊന്ന്. ഞാന് ചന്ദ്ര പൊറോട്ട അടിക്കാൻ പോയി. ചന്ദ്ര അമരവിളയിലെ ഞാൻ പറഞ്ഞില്ല, ചന്ദ്ര ഇപ്പൊ ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുമായിരുന്നു. ഇനി ചന്ദ്ര അമരവിള സൈഡിലെ പൊറോട്ട നമ്മുടെ മാമന്റെ കടയിലാണ് കയറി, റെഡ് ചില്ലീസ് മാമന്റെ കടയിലാണ് കയറി എന്ന് അറിഞ്ഞത്. മണിയനെ ഒന്ന് വിളിക്കണം, തളർന്നു വീണു എന്നാ കേട്ടത്. അത് നിർത്തിപ്പോയത് കേട്ട്. ഇനിയിപ്പം നാളെ തൊട്ട് VR-ഉം ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. അതിനി നടക്കും. VR-ഉം ബാക്കി കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് നടക്കാം. അല്ലാതെ വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞില്ലേ ഓപ്പ് ഫോർ ദ ബെസ്റ്റ്. എല്ലാരും വെയിറ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു ഡിസിഷൻ അപ്പൊ ലൈവ് വരുമ്പോഴത്തെ ക്ലിയർ കട്ട് ആയിട്ട് പറയാം എന്താ കാര്യം എന്നൊക്കെ. കണ്ണാപ്പി വെള്ളം അടിക്കത്തില്ല. IGL തിരിച്ച് ഫോർട്ട്നൈറ്റ് പോയി. ചന്ദ്രൻ നേരെ ഇന്ന് കയറി സിയോണിലോട്ട് കയറി കേട്ടാ. സിയോണിൽ കയറി പൊറോട്ട അടിക്കാൻ പോകും കേട്ടാ നേരെ. What? എന്താ ഇപ്പോഴത്തേക്ക് മിണ്ടാണ്ടിരിക്കുക. ഞാൻ എന്നോട് ശബ്ദ ഫക്കം എന്നൊക്കെ പറഞ്ഞിട്ട് പോയാളാ. ആര് വന്നവരെ മിണ്ടാണ്ടിരിക്കുക, എന്നിട്ട് വരുമ്പോ കൊടുക്കാം അവനിട്ട്. ശരിയാവുന്നവരെ RDR RP ഇല്ല. RDR RP ഒന്നും ഇല്ല. ഞാൻ നോക്കട്ടെ. നമുക്ക് ഡിസ്കോഡ് ട്രോൾസ് ഒക്കെ റിയാക്ട് ചെയ്തിട്ട് ബാക്കി നമ്മുടെ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുക ഗൈസ്. നമുക്ക് പോയി ഒമീകള് പിന്നെ നോക്കട്ടെ. നാളെ നമുക്ക് VR ഞാൻ സെറ്റ് ചെയ്യാം. നാളെ VR സെറ്റ് ചെയ്യാം. നാളെ VR ലൈവ് ആയിരിക്കും. VR അപ്പുറത്തിരിപ്പുണ്ട്. അതിൽ നിന്ന് എടുത്ത് ഒന്ന് തുടയ്ക്കാനൊക്കെ ഉണ്ട്. ബാക്കി ഒന്ന് തുടച്ചിട്ട് എടാ ഹാഫ് ലൈഫ് കളിക്കണ വിഷയം ഗെയിമാ. നീ ഇവിടെ ഹാഫ് ലൈഫ് ആയിട്ടിരിക്കുവാണ്. ഞാനിപ്പോ ഇവിടെ പാതി ജീവനിലാണ് ഞാനിവിടെ ഇരിക്കുന്നേ. എനിക്ക് ഹാഫ് ലൈഫ് കളിക്കാനായിട്ട് എല്ലാരും ഒരുത്തൻ DM-ലൊക്കെ ഒന്ന് ചീത്ത വിളിക്കുന്ന കേട്ടോ എന്നെ. ആരാ നിന്നെ? സെർവറും പഴമൊക്കെ പോയില്ലടാ. പിന്നെ എന്താ RP ന്നൊക്കെ